ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണം എക്സാമിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ 1 പിന്നെ ദ 100-fold ഓഫ് ഫീൽഡും, അതേപോലെ ചാപ്റ്റർ 2 ആസിഡ്സ് ആൻഡ് ബേസസ്. ഈ 2 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ആദ്യത്തെ ചോദ്യമാണ് ഒബ്സർവ് ദ പിക്ചർ. ഈ ഒരു ചിത്രം കണ്ടില്ലേ, ഇത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വർഷത്തിലത്തത് ഈ ഒരു ചിത്രമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു LED കാണാം, ബാറ്ററി ഉണ്ട്, വയറുണ്ട്, അതേപോലെ AB എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫ്രീ ആയിട്ടുള്ള എൻഡുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ AB എൻഡിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു LED പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ലൈറ്റ് ദ ബൾബ് ഇൻ ദ എബവ് അറേഞ്ച്മെൻറ്റ് വൈ. അതായത് ഈ ഒരു താഴെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട്. നോക്കിക്കേ, കോപ്പർ വയർ, ഗ്ലാസ്, അലൂമിനിയം വയർ, റീഫില്ല്, അയൺ വയർ, റോൾഡ് പേപ്പർ, പിന്നെ പെൻസിൽ, ഗ്രാഫൈറ്റ്, ഇത്രയും വസ്തുക്കൾ ഈ ഒരു AB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻഡിൽ വെച്ചിട്ട് ഏതൊക്കെ വസ്തുക്കൾ വെക്കുമ്പോഴാണ് ആ ഒരു LED പ്രകാശിക്കുന്നത് എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റീസണും നമ്മൾ പറയണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? കോപ്പർ വയർ. നമുക്കറിയാം കോപ്പർ വയർ, അലൂമിനിയം, അതേപോലെ അയൺ വയർ, ഇതൊക്കെ എന്താണ്? മെറ്റലാണ്. അപ്പോൾ മെറ്റലെല്ലാം തന്നെ പിന്നെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്ന വസ്തുക്കളാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോപ്പർ വയർ, അലൂമിനിയം വയർ, പിന്നെ അയൺ വയർ, അതേപോലെ തന്നെ പെൻസിൽ ഗ്രാഫൈറ്റ്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിലിൻ്റെ ഒക്കെ എഴുതുന്ന ഒരു ഭാഗമല്ലേ അത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഈ ഒരു ഇലക്ട്രിസിറ്റിയെ കണ്ടക്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതിൻ്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതൊക്കെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളൊക്കെ AB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻഡിൽ വെച്ചാൽ അവിടെ അത് പ്രകാശിക്കും. ഇനി അടുത്തത് B ചോദ്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ദ സിംബൽസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട് ഡയഗ്രാം ആർ ഗിവൺ ബിലോ, നെയിം ദം. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നത് സിംബൽസ്, നമ്മളുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സിംബൽസാണ്. അതിൻ്റെ പേരുകൾ അവിടെ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ പഠിച്ച സിമ്പിൾ ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അല്ലേ. ലൈറ്റഡ് ബൾബ് അല്ലെങ്കിൽ ഗ്ലോയിങ് ബൾബിൻ്റെ ഒന്നും സിമ്പിൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അതേപോലെ ഫ്യൂസിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു സിമ്പിളിൻ്റെ ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. പിന്നെ നിങ്ങൾ സിമ്പിളും അതേപോലെ അതിൻ്റെ പേരുകളും പഠിച്ചു വെക്കുക. ഏതിൻ്റെ സിമ്പിളാണ് ഇതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ C ചോദ്യമാണ് ഡ്രോ ദ സിമ്പിൾ ഓഫ് സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ. അതായത് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും സിമ്പിൾ അവിടെ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ചു വെക്കുക, മാറിപ്പോകരുത്. സ്വിച്ച് ഓൺ എന്ന് പറയുന്നത് ഇതേപോലെ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓപ്പൺ ആയിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ തുറന്നിരിക്കുന്നതായിരിക്കും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, മാറിപ്പോവരുത് അത് രണ്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ ആൻഡ് പിക്ചറൈസ് എ ഡിവൈസ് ടു ഐഡൻറ്റിഫൈ ഒബ്ജക്റ്റ് ദാറ്റ് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസിങ് ദ ഫോളോയിങ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ നമ്മളോടൊരു ഡിവൈസ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഇൻസുലേറ്ററിനെയും അതേപോലെ കണ്ടക്ടേഴ്സിനെയും മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക. ഇവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം എന്തൊക്കെ അതിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇലക്ട്രിക് ബൾബ്, ബാറ്ററി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, കാർഡ്ബോർഡ്, സ്ക്രൂ നെയിൽ. അതായത് ഇത് സ്ക്രൂ നെയിലും അതേപോലെ കാർഡ്ബോർഡൊന്നും നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനില്ലാത്തതാണ്. നിങ്ങളുടെ ഈ വർഷത്തെ ആ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് വേറെയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. ഈ 3 എണ്ണമായിരിക്കും, ആദ്യത്തെ 3 എണ്ണം. ഇലക്ട്രിക് ബൾബ്, പിന്നെ ബാറ്ററി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ഇത്രയായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചാൽ മതി. ഇനി ഇവിടുത്തെ B ചോദ്യമാണ് ദ കണ്ടക്ടിവിറ്റി ഓഫ് സം ഒബ്ജക്റ്റ് ആർ ടെസ്റ്റഡ് യൂസിങ് ദ എബവ് ഡിവൈസ് ആൻഡ് പ്രിപ്പയർ എ ടേബിൾ വിച്ച് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് കുറച്ച് ഒബ്ജക്റ്റുകൾ, അതായത് നമ്മൾ മുകളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റുമായി
ടെസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് നമ്മളോട് ചോദിച്ചത് ഏതൊക്കെ കണ്ടക്ട് ചെയ്യും, ഏതൊക്കെ കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളത് ഒരു ടേബിളിൽ ഫില്ല് ചെയ്യാനാണ്. ഒന്നാമത്തത് അവിടെ ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് അയൺ നെയിൽ, ഇരുമ്പാണി. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്, അവിടുത്തെ LED ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? അയൺ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ? ഇരുമ്പ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കടത്തി വിടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഡ്രൈ ഈർക്കിൽ, ഉണങ്ങിയ ഈർക്കിൽ കഷ്ണം, അതേപോലെ റീഫില്ല്, പിന്നെന്താണ് അലൂമിനിയം ഫോയിൽ, പിന്നെ ഗ്ലാസ് റോഡ്. അപ്പോൾ ഇത്രയും വസ്തുക്കൾക്ക് ഇതേപോലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ്, എന്നിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കിക്കുക, ആദ്യത്തേത് ഡ്രൈ ഈർക്കിൽ. അതായത് ഡ്രൈ ഈർക്കിൽ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഈർക്കിൽ കഷ്ണം. നമുക്കറിയാം ഉണങ്ങിയ ഈർക്കിൽ കഷ്ണത്തിലൂടെയൊന്നും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, കറണ്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് അവിടെ എന്താണ്, ബൾബ് പ്രകാശിക്കുകയോ? ഇല്ല. ആൻസർ ബൾബ് ഡു നോട്ട് ഗ്ലോ. ഇവിടെ LED അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ഈർക്കിൾ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റിയാണ്. ഈർക്കിളൊന്നും എന്താണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ നനഞ്ഞ ഈർക്കിളാണെങ്കിൽ, വെറ്റ് ഈർക്കിളാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രൈ വുഡിൻ്റെതും വെറ്റ് വുഡിൻ്റെതൊക്കെ. ഇനി അടുത്തത് റീഫില്ല്. റീഫില്ല് നമുക്കറിയാം, റീഫില്ല് പ്ലാസ്റ്റിക് കൊണ്ടാണ്, അതുകൊണ്ട് ബൾബ് ഡു നോട്ട് ഗ്ലോ. റീഫിൽ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി അലൂമിനിയം ഫോയിൽ. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, മെറ്റലിലൂടെയൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അലൂമിനിയം കണ്ടക്ട് ഇലക്ട്രിസിറ്റിയാണ് കൺക്ലൂഷനായിട്ട് വരുന്നത്. ഇനി ഗ്ലാസ് റോഡ്. ഗ്ലാസ് ഒന്നും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബൾബ് ഡു നോട്ട് ഗ്ലോ. ഇവിടെ കൺക്ലൂഷൻ എന്താണ്, ഗ്ലാസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പരിചയമുള്ളതും അതേപോലെ നിങ്ങൾ പഠിച്ചതൊക്കെ ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരിക. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ആലോചിക്കുക. മെറ്റലാണെങ്കിൽ എന്തായിട്ടും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അലൂമിനിയം, അയേൺ, കോപ്പർ ഇതേപോലത്തുള്ള മെറ്റലാണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന് ഓർക്കുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. വെറ്റായിട്ടുള്ളത്, നനഞ്ഞതാണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന് ഓർക്കുക. പിന്നെ പെൻസിൽ, ഗ്രാഫൈറ്റൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവയാണ്. അതൊക്കെ അന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ. താഴെ തന്നിരിക്കുന്ന ഒരു സർക്യൂട്ട് ഒന്ന് നിരീക്ഷിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദ ബൾബ്? അതായത് ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതെന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. കാരണം അവിടെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ബൾബ് അവിടെ എന്താണ്, പ്രകാശിക്കുന്നില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ ഒരു ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്, അല്ല ആ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്താലാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താലാണ്, ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താലാണ് അവിടെ ആ ഒരു ബൾബ് പ്രകാശിക്കുക എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് അവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? പേപ്പർ, റബ്ബർ ബാൻഡ്, സ്റ്റീൽ സ്പൂണ്, സിൽക്ക്, പ്ലാസ്റ്റിക് വയർ, നെയില്, ബ്ലേഡ്. ഇത്രയും വസ്തുക്കളിൽ ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കിക്കേ. സ്റ്റീൽ സ്പൂൺ ഒരു മെറ്റലാണ്. അതേപോലെ നെയില്, പിന്നെന്താണ്, ആണി, പിന്നെ ബ്ലേഡ് അല്ലേ, ഇതൊക്കെ ഒരു മെറ്റൽ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചാൽ അവിടെ ആ ഒരു ബൾബ് പ്രകാശിക്കുമെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ബി ചോദ്യമാണ്, വാട്ട് ഡു വി കോൾ ദ മെറ്റീരിയൽ ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? അതായത് കറണ്ടിനെ കടത്തിവിടുന്ന, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? കണ്ടക്ടേഴ്സ് എന്നായിരുന്നു വിളിച്ചത് അല്ലേ? അതൊരു എളുപ്പം ചോദ്യമാണ്. അതേപോലെ സി എന്താണ്? വാട്ട് ഡു വി കോൾ ദ മെറ്റീരിയൽ ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? അതായത് ഇതേപോലെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത മെറ്റീരിയൽസിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? ഇൻസുലേറ്റേഴ്സ് എന്നായിരുന്നു വിളിച്ചത്. ഈ രണ്ട് ചോദ്യം എളുപ്പമാണ്, അത് മാറിപ്പോവരുത്. ചില ആൾക്കാരോടൊക്കെ മാറിപ്പോവാറുണ്ട്. നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നത് കണ്ടക്ടേഴ്സ്. കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്ടേഴ്സ്. ഇനി കണ്ടക്ട് ചെയ്യാത്തത് അതെന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ് കേട്ടോ, മാറിപ്പോവരുത്. ഇനി അടുത്ത ചോദ്യമാണ്, കെയർലെസ് ഹാൻഡിൽ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് മേ കോസ് ആക്സിഡൻറ്റ്, റൈറ്റ് 4 സിറ്റുവേഷൻ ഓഫ് സച്ച് ആക്സിഡൻറ്റ്സ്. അതായത് നമ്മളിങ്ങനെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, സ്വിച്ച്, ഫാനൊക്കെ ഇങ്ങനെ റിപ്പയറൊക്കെ ചെയ്യുമ്പോൾ, അതുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പല ആക്സിഡൻറ്റും, പല അപകടങ്ങളും വരാറുണ്ട്.
അപ്പോൾ അതിൽ ഏതെങ്കിലും 4 എണ്ണം അങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് 4 എണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു ചോദ്യം ഞാൻ ആ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഒന്നാമത്തതാണ് ഓപ്പറേറ്റിംഗ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. അതായത് നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ സ്വിച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്, അതായത് അപകടത്തിനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തത് റിമൂവിങ് പ്ലഗ് പിൻ വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. അതായത് സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പ്ലഗ് പിന്നൊക്കെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊരി മാറ്റുക. അങ്ങനെ വരുമ്പം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തതാണ് യൂസിങ് വയർ വിത്തൗട്ട് ഇൻസുലേഷൻ. നമ്മൾ ഈ ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നാലാമത്തത് ചേഞ്ചിങ് ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓൺ. ഇങ്ങനെ ബൾബൊക്കെ മാറ്റുക, സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ ബൾബൊക്കെ മാറ്റുകയാണെങ്കിലും ഇതേപോലെ ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സജസ്റ്റ് ടു ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൻ ടു എ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്. അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച ഒരാൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് 2 ഫസ്റ്റ് എയ്ഡുകൾ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നാമത്തതാണ് ദ ഫസ്റ്റ് തിങ്സ് ടു ഡു ഈസ് ടു കട്ട് ഓഫ് ദ ഇലക്ട്രിക് കണക്ഷൻ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരാളുടെ ആ ഒരു ഇലക്ട്രിക് കണക്ഷൻ എങ്ങനെയെങ്കിലും കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഫ്യൂസ് ഊരാം. ഇനി രണ്ടാമത്തതാണ് പുഷ് എവേ ദ എഫക്റ്റഡ് പേഴ്സൺ യൂസിങ് മെറ്റീരിയൽ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ഷോക്ക് അടിച്ച ആളെ നമ്മൾ ആ ഒരു ഷോക്ക് അടിച്ചതിൽ നിന്ന് വിട്ട് മാറ്റുക. നമുക്ക് ഇൻസുലേറ്റർ ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? വുഡ് അല്ലേ, ഡ്രൈ ആയിട്ടുള്ള വുഡ് യൂസ് ചെയ്തിട്ട് അയാളൊന്ന് തട്ടി മാറ്റുക. അങ്ങനെ ഇൻസുലേറ്റേഴ്സ് വേണം യൂസ് ചെയ്യാൻ. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അയാളെ വിട്ട് മാറ്റാൻ, ആ ഒരു ഷോക്ക് ഏറ്റിൽ നിന്ന് വിട്ട് മാറ്റാൻ നോക്കരുത്. കാരണം നമുക്കും കൂടെ ആ ഷോക്ക് ഏൽക്കും. പിന്നെ മൂന്നാമത്തെ ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി ഇഫ് ദ ഷോക്ക് ഈസ് സിവിയർ. അതായത് നന്നായിട്ട് അപകടം പറ്റിയിട്ടുണ്ട്, നല്ല ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ഷോക്കേറ്റയാൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നാലാമത്തത് ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ഓക്കെ, കൃത്രിമമായിട്ടുള്ള ശ്വാസം നൽകുക. പിന്നെ അടുത്ത ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഈ ഒരു ഭാഗത്ത് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ നോക്കിക്കേ, ദിസ് ഈസ് എ ഇലക്ട്രിക് സർക്യൂട്ട് പ്രിപ്പയർ ബൈ എ സ്റ്റുഡൻറ്റ്. ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ടാണ്, ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം പോലെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാമിൽ തരിക. ഓക്കെ, അതിൽ എ ചോദ്യമാണ് വിച്ച് മെറ്റീരിയൽ given below can be used to light the bulb in the circuit. നേരത്തെ ചോദിച്ച അതേ മോഡൽ ചോദ്യം തന്നെയാണ്. ഇതിൽ ആ ഒരു ഗ്യാപ്പില്ലേ, എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാലാണ് ആ ഒരു LED പ്രകാശിക്കുക എന്നാണ് ചോദ്യം. എന്നിട്ട് ഇവിടെ എത്ര ഓപ്ഷൻ തന്നിട്ടുണ്ട്? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തിക്ക് കോപ്പർ വയർ, എംപ്റ്റി റീഫില്, പിന്നെ ഡ്രൈഡ് റിബ് ഓഫ് കോക്കനട്ട് ലീഫ്, ഉണങ്ങിയ ഓല. പിന്നെ 5-ാമത്തതാണ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡ് അപ്പ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. അത് നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനില്ല. ടിൻ ആൻഡ് ലെഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്. അതേപോലെ നമ്മൾ ഫ്യൂസ് വയറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ് എന്തെന്ന് പറയുന്നത്, ടിൻ ആൻഡ് ലെഡ് എന്ന് പറയുന്നത്. 5-ാമത്തത് പേപ്പർ. ഇവിടുത്തെ ആൻസർ ഏതായിട്ട് വരും? ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താലാണ് അവിടെ ആ ഒരു LED പ്രകാശിക്കുക? അതെ, തിക്ക് കോപ്പർ വയർ ഒരു മെറ്റലാണല്ലോ. അപ്പോൾ തിക്ക് കോപ്പർ വയറും അതേപോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡപ്പ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, അതുമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ബി ചോദ്യമാണ് വിച്ച് ഒബ്ജക്റ്റ് ഫ്രം ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു അറേഞ്ച് ഫ്യൂസ് ഇൻ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഫ്യൂസിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇതിൽ ഏതാണെന്നാണ്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡപ്പ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. ആ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി സി ചോദ്യം ഡ്രോ എ സർക്യൂട്ട് ദാറ്റ് ഇലുമിനേറ്റ് ദ ബൾബ് യൂസിങ് ദ സിമ്പിൾ ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് നിർമ്മിക്കാനാണ്. ആദ്യത്തെ സിമ്പിൾ നിങ്ങൾ പഠിക്കാനില്ല, ഫ്യൂസാണ്. അതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ആ പകരം തരിക. മോട്ടറായിരിക്കാം, ഇനി അതല്ല മോട്ടറോ അല്ലെങ്കിൽ ബസറോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിമ്പിൾ തരും. അത് യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് നിർമ്മിക്കാനായിരിക്കും നിങ്ങൾക്ക് തരിക. അതേപോലെ ഗ്ലോ ചെയ്യുന്ന ബൾബിൻ്റെ സിമ്പിളും അതല്ല നിങ്ങൾ പഠിച്ചത്.
നിങ്ങൾ അറിയാലോ, ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു ക്രോസ് വരുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു വർഷം മുതൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഇങ്ങനെ ഒരു സിമ്പിൾ തരും, അത് യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ ചെറുതായിട്ട് വരച്ച കണ്ടില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയും ഒരു ഗ്യാപ്പൊന്നും വരരുത്, അതായത് ഓപ്പൺ സർക്യൂട്ട് ആവരുത്. ഓപ്പൺ സർക്യൂട്ട് ആയാൽ എന്താണ് പ്രശ്നം? അവിടെ ബൾബ് ഗ്ലോ ചെയ്യില്ല അല്ലേ. അതുകൊണ്ട് ക്ലോസ്ഡ് ആയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാൻ നോക്കുക. അതേപോലെ ഗ്ലോ ചെയ്യുന്ന ചിഹ്നവും നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്കറിയാലോ ബൾബ് ഗ്ലോ ചെയ്യുന്നത്, അതേപോലെ ഒരു ക്രോസിലിട്ടിട്ട് ഇങ്ങനെ മുകളിൽ കുറേ വരകളുണ്ടാവും. ഗ്ലോ ചെയ്യാത്തതാണെങ്കിൽ ആ വര ഉണ്ടാവില്ല എന്ന് മാത്രം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും നോക്കേണ്ട ഭാഗങ്ങളാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെറ്റ് അല്ലെങ്കിൽ നനഞ്ഞ സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ, നനഞ്ഞ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ എന്തായാലും അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഡ്രൈ ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. പിന്നെ ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഒക്കെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ സിമ്പിൾസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. ആ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് സർക്യൂട്ട് വരയ്ക്കാനുണ്ടാകും. പിന്നെ ഇങ്ങനത്തെ ഓരോരോ, അതായത് ഓപ്പൺ സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതേപോലെ ഷോക്കേറ്റ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്താണ് നൽകുന്നത്, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നന്നായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്